എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. സാത്താൻ മനുഷ്യനെ പ്രലോഭനത്തിൽ ഉൾപ്പെടുന്ന, പാപത്തിൽ വീഴിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രലോഭനങ്ങൾ കടന്നു വരുന്ന വഴികൾ ഏതെല്ലാമാണ് എന്ന് ഈ വചനം വ്യക്തമായി നമ്മളോട് പറയുകയാണ്. അന്നും ഇന്നും ഈ വഴികൾ തന്നെയാണ് പ്രലോഭനങ്ങളും പാപങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് കാരണമായി തീരുന്നത്. 3 പ്രയോഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഒന്നാമത്, ഹവ്വ കണ്ടത് ഈ വൃക്ഷത്തിന്റെ ഫലം അത് തിന്നാനായിട്ട് നല്ലതാണ്. രണ്ടാമത്, കാണാനായിട്ട് നല്ല ഭംഗിയുള്ളതാണ്. മൂന്നാമത്, ജ്ഞാനം നേടുവാനായിട്ട് ഏറ്റവും അഭിലഷണീയമായതാണ്. ഈ 3 കാര്യങ്ങളെയും നമുക്ക് അപ്പോസ്തലനായ യോഹന്നാന്റെ ഭാഷയിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ അതിനെ നമുക്ക് ഇങ്ങനെ പറയാം: ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇത് തന്നെയാണ് നമ്മളിവിടെ ഈ പ്രലോഭനത്തിൽ കാണുന്നത്. കഴിക്കാനായിട്ട് നല്ല ഒരു പഴമാണ് എന്ന് ഹവ്വയ്ക്ക് തോന്നി. ഹവ്വ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതുവരെ കഴിക്കാത്ത ഒരു ഫലത്തെക്കുറിച്ചാണ്, അത് കഴിക്കാൻ നല്ലതാണ് എന്ന് ഹവ്വയ്ക്ക് തോന്നിയെന്നാണ്. പിശാച് അങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇത് കഴിച്ചാൽ വളരെ നല്ലതാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭംഗിയും വളരെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. ഇനി ഇത് പിശാച് പറഞ്ഞതുപോലെ 3-ാമത്തെ കാര്യം, ജ്ഞാനം പ്രാപിക്കാനായിട്ട് ഇത് ഏറ്റവും നല്ലതാണ്, അഭിലഷണീയമായ കാര്യമാണ്. ഇത് കഴിച്ചാൽ ജ്ഞാനമുണ്ടാകും. ഇതൊന്നും ഹവ്വയ്ക്ക് വാസ്തവത്തിൽ അറിവുള്ള കാര്യങ്ങളല്ല. പിശാചിന്റെ വാക്കുകളെ വിശ്വസിച്ച് ഹവ്വ എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ഇതൊക്കെ. പാപത്തിന്റെ പ്രലോഭനങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം ഇതാണ്. പാപങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യർ സ്വാഭാവികമായിട്ടും ചിന്തിക്കാറില്ല ഇതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്. പാപങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ പാപത്തെക്കുറിച്ച് അതെത്ര രസമായിരിക്കും എന്ന് തന്നെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ചെയ്യാൻ പോകുന്ന പാപത്തിൻ്റെ ആസ്വാദനത്തെക്കുറിച്ച്, ആ പാപം നൽകാൻ പോകുന്ന സന്തോഷത്തെക്കുറിച്ച്, ആ പാപം ചെയ്താലുണ്ടാകുന്ന കൂട്ടുകാരുടെ മുമ്പിലുള്ള ഒരു പേരിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഹീറോ പരിവേഷത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും മനുഷ്യരെ ചിന്തിക്കുന്നത്. ഇതൊക്കെയാണ് പാപങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് പിശാച് ശ്രമിച്ചപ്പോഴും ഇതേ 3 കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ 40 ദിവസം ഉപവസിച്ച് ക്ഷീണിതനായിരുന്ന കർത്താവിൻ്റെ അടുത്ത് വന്ന് പിശാച് ആദ്യമേ തന്നെ പറയുന്നത് ഇതാണ്: ഈ കല്ലുകളെ അപ്പമായി തീരുവാനായിട്ട് കൽപ്പിക്കുക. കാരണം നിനക്കിപ്പോൾ ശരീരത്തിന് ഭക്ഷണം ആവശ്യമാണ്. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് പ്രധാനപ്പെട്ടത്, ജഡമോഹം. പിന്നീട് പിശാച് കർത്താവിനെ ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകരാജ്യങ്ങളുടെ മുഴുവനും മഹത്വം കാണിച്ചു കൊടുത്തു. ഇതെല്ലാം നിനക്ക് തരാമെന്ന് പറയുകയാണ്. അവിടെ ലോകത്തിൻ്റെ മഹത്വം കണ്ട് കർത്താവിൻ്റെ കണ്ണുകൾ വശീകരിക്കപ്പെട്ട് പിശാചിനെ നമസ്കരിക്കും എന്ന ചിന്തയാണ് ഉണ്ടായത്. അഥവാ കൺമോഹം കർത്താവിൻ്റെ മുമ്പിൽ വെക്കുകയാണ് പിശാച് ചെയ്തത്. 3-ാമത്, പിശാച് ദേവാലയത്തിൻ്റെ ഉയർന്ന ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് ചാടുവാൻ ആവശ്യപ്പെടുന്നു. ചാടിയാൽ ദൈവദൂതന്മാർ കൈകളിൽ താങ്ങുമെന്നുള്ള സങ്കീർത്തനത്തിലെ വാക്യമൊക്കെ ആ സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത് കോട്ട് ചെയ്യുന്നു. അങ്ങനെ കർത്താവിനെ പ്രലോഭിപ്പിക്കുകയാണ്. അവിടെ ജീവനത്തിൻ്റെ പ്രതാപമാണ്. അഥവാ ഇത് ചാടിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിനക്കൊന്നും സംഭവിക്കുകയില്ല, ദൂതന്മാർ നിന്നെ താങ്ങും, കാണുന്നവരെല്ലാവരും നീ ദൈവപുത്രനാണ് എന്ന് വേഗം അംഗീകരിക്കുവാനിടയായി തീരും. അതുകൊണ്ട് ദൈവപുത്രനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു അംഗീകാരവും ഒക്കെ കിട്ടുന്ന, ലോകത്തിൻ്റെ മുമ്പിൽ ഒരാളാകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ജീവനത്തിൻ്റെ പ്രതാപം. ഈ ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറഞ്ഞാൽ പ്രതാപത്തോടെ ജീവിക്കുവാനായിട്ടുള്ള ആഗ്രഹമാണ്. അതാണ് ഹവ്വയ്ക്കുണ്ടായത്. ദൈവത്തെ പോലെ ആവുക. ഒരു മനുഷ്യനായി ദൈവം സൃഷ്ടിച്ച വ്യക്തിയാണ്. പക്ഷേ മനുഷ്യൻ്റെ അപ്പോഴത്തെ ആഗ്രഹം അവന് ദൈവതുല്യനായി തീരണം, ദൈവത്തെ പോലെ ആയിത്തീരണം എന്നുള്ളതാണ്. ഇന്നും ലോകത്തിലെ വ്യാജമായ ഉപദേശങ്ങൾ അല്ലെങ്കിൽ തത്വചിന്തകളൊക്കെ മനുഷ്യനോട് പറയുന്നൊരു കാര്യം ഇതാണ്: നീ തന്നെയാണ് ദൈവം, നീ തന്നെ ദൈവമെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുന്ന ഉപദേശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല, ദൈവത്തെ പോലെ ആയിത്തീരാം എന്ന് പറയുന്ന ബൈബിൾ കയ്യിലെടുക്കുന്ന ചില സമൂഹങ്ങൾ തന്നെ ലോകത്തിലുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മോർമോൺസ് എന്ന് പറയുന്ന വിഭാഗം, ഈ മോർമോൺസ് പഠിപ്പിക്കുന്നത്
മരണശേഷം സ്വർഗത്തിലെത്തുന്ന മനുഷ്യൻ ഒരു ദൈവമാകും എന്നാണ്. അപ്പം ഇങ്ങനെ ഒത്തിരി ഒത്തിരി വ്യാജമായ ആശയങ്ങൾ ലോകത്തിലുണ്ട്. ഇതിൻ്റെയൊക്കെ പിറകിൽ പിശാചാണ് എന്ന് മനസ്സിലാക്കാം. കാരണം മനുഷ്യൻ തന്നെയാണ്. അവനൊരിക്കലും ദൈവമാകാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തെ പോലെ ആയിത്തീരുക എന്ന് പറയുന്ന ഒരു തലം വാസ്തവത്തിൽ ഉണ്ട് എങ്കിലും അത് ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാനായിട്ടുള്ളൊരു സാധ്യതയാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് ഒരു നല്ല ശിഷ്യനായി ജീവിക്കുവാൻ ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് നമുക്ക് സാധ്യമാണ്. ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. പക്ഷെ ഒരിക്കലും നമുക്ക് ദൈവമാകാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈ ഹവ്വയ്ക്ക് നേരിട്ട ഈ പാപത്തിൻ്റെ പ്രലോഭനം, ആ പ്രലോഭനങ്ങൾ വന്ന വഴികൾ, പിശാച് കൊണ്ടുവന്ന 3 തരത്തിലുള്ള ചിന്തകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ ഒത്തിരി ഒത്തിരി പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ട്. ആ പ്രലോഭനങ്ങളെ ഏതാണ് ഈ പ്രലോഭനമെന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ നമുക്കവയെ നേരിടാനായിട്ട് എളുപ്പമുണ്ട്. ജഡമോഹമാണോ, ഇനി അതല്ല കൺമോഹമാണോ, ചില കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുവാനുള്ള മോഹമാണോ, ഇനി അതല്ല ഈ ലോകത്തിൽ അല്പം പ്രതാപത്തോടുകൂടി ജീവിക്കണം എന്ന താല്പര്യമാണോ, ഇതൊക്കെയാണ് നമുക്ക് പ്രലോഭനങ്ങളായി നമ്മുടെ മുമ്പിൽ വരുവാനായിട്ട് സാധ്യതയുള്ളത്. എന്നാൽ ദൈവം നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന നന്മകൾ, അതിൽ സംതൃപ്തിയോടെ ജീവിക്കുകയാണ് പാപത്തിൻ്റെ പിന്നാലെ പോകാതിരിക്കുവാൻ നമുക്കുള്ള ഏറ്റവും വലിയ മാർഗം എന്നുള്ള കാര്യവും നമ്മൾ ഓർത്തിരിക്കുക. ദൈവം നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായത് എല്ലാം തന്നിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് ദൈവം തന്നിട്ടുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ ഉപയോഗിക്കുക. അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. ദൈവം തന്നിരിക്കുന്ന കുടുംബത്തെ ആസ്വദിക്കാനായിട്ട് നമ്മൾ ശീലിക്കുക. ആ കുടുംബം കൊണ്ട് സംതൃപ്തി പ്രാപിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനി പ്രതാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ ലോകത്തിലെ പേരും പ്രശസ്തിയും പെരുമയും മഹിമയും ഒക്കെ അന്വേഷിച്ച് അതിൻ്റെ പിറകെ പോകുന്ന ആളുകൾ, മാത്രമല്ല സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ പല പ്രലോഭനങ്ങളിലും ചെന്ന് പെടുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. പല പാപങ്ങളിലും ചെന്ന് പെടുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. അതുകൊണ്ട് ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപവും നമ്മെ പാപത്തിലേക്ക് നയിക്കുന്ന വഴികളാണ് എന്ന് മനസ്സിലാക്കുക. അവയെ നിയന്ത്രിച്ച് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ പ്രലോഭനങ്ങളെ ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം അതിനായിട്ട് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.